ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു എഗ്ഗ് റോളാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. നമുക്ക് എഗ്ഗ് റോള് തയ്യാറാക്കുന്നതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മൈദ മാവും 1/2 കപ്പ് ആട്ടപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുഴച്ച് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചപ്പാത്തിയാക്കി എടുക്കണം. പിന്നെ വേണ്ടത് മുട്ടയാണ്. 3 മുട്ട എടുത്തിട്ടുണ്ട്. അല്പം ഉപ്പ്. എഗ്ഗ് റോളിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു ചെറിയ തക്കാളി, അതുപോലെ തന്നെ ഒരു ചെറിയ സവോള, ഒരു ക്യാരറ്റ്, അല്പം കാബേജ്, അല്പം മല്ലിയില, ഒരു പച്ചമുളക്. ഇതെല്ലാം ഞാൻ നീളത്തിൽ അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം. ചപ്പാത്തിയെല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. എഗ്ഗ് റോളിന് ആവശ്യമായ ചപ്പാത്തി ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മുട്ടയാണ്. 3 മുട്ടയാണ് എടുത്തിരുന്നത്. അത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കുക. അതിന് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ചുട്ട് എടുത്ത ചപ്പാത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിടാൻ പറ്റിയില്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ തട്ടിയിട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. അടുത്ത മുട്ടയും കൂടെ പൊരിക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ചപ്പാത്തി വെച്ച് കൊടുക്കുക. അല്ല, ഇത് ഒരു സൈഡ് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടാം. ചപ്പാത്തി 2 ഇവിടെ റെഡിയായി. നമുക്കിനി ഇത് സെറ്റ് ചെയ്തെടുക്കാം. അതും കൂടെ ഞാൻ എടുത്ത് മാറ്റുവാണ്. എഗ്ഗ് റോളിലുള്ള ചപ്പാത്തി മുട്ടയും ഞാനിവിടെ റെഡിയാക്കി. അടുത്തായിട്ട് നമുക്കിനി ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനകത്തൊരു പാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുക. എല്ലാം ഒരുമിച്ചങ്ങ് മിക്സ് ചെയ്താൽ മതി. വെജിറ്റബിൾസ് എല്ലാം ഞാൻ കുക്ക് ചെയ്യാതെയാണ് എടുക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് വേണമെങ്കിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. പാത്രം ഇച്ചിരി ചെറുതായിപ്പോയി. അതിനൊന്ന് പാത്രം ഒന്ന് മാറ്റിപ്പോട്ടെ കേട്ടോ. ചെറിയ പാത്രമായിപ്പോയി. ഇനി വെജിറ്റബിൾസ് എല്ലാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അല്പം നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചപ്പാത്തിയിലേക്ക് ഇത് ഫില്ല് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് ചപ്പാത്തിയിൽ ഫില്ല് ചെയ്തെടുക്കാം. നമുക്കിനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഇതിനകത്ത് ഫില്ല് ചെയ്ത് റോൾ ചെയ്തെടുക്കാം. ചപ്പാത്തി എടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസും ചില്ലി സോസും കൂടെ മിക്സ് ചെയ്തതാണിത്. അത് അല്പം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഈ 2 സൈഡിൽ നിന്ന് മടക്കിയിട്ട് ഒരു ടൂത്ത് പിക്സ് കൂടെ കുത്തി കൊടുത്താൽ മതി. ഉണ്ടോ? ഈ രീതിയിൽ. അതുപോലെ തന്നെ അടുത്ത ചപ്പാത്തിയും തയ്യാറാക്കാം. എടുത്ത് വയ്ക്കുക. ഇതിലേക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുക. സോസ് ഒഴിച്ച് കൊടുക്കുക. ഇവിടുന്ന് മടക്കിയെടുത്താൽ മതി. എന്നിങ്ങനെ ഒതുക്കി കൊടുക്കുക. എന്നിട്ട് മടക്കുക. ടൂത്ത് പിക്സ് വെച്ച് ഫിക്സ് ചെയ്യുക. 2 ചപ്പാത്തി റോള് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചപ്പാത്തി വെച്ചിട്ടുള്ള എഗ്ഗ് റോള് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. ഈ ലോക്ക്ഡൗൺ സമയത്ത് കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്ത് അവരെ വളരെയധികം സന്തോഷിപ്പിക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്